റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനത്തിനായി താൽക്കാലിക സമിതി രൂപീകരിച്ച് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ. ഭരണസമിതിയെ പിരിച്ചുവിട്ടതിന് പിന്നാലെ ഫെഡറേഷന്റെ പ്രവർത്തനത്തിനായി താൽക്കാലിക സമിതിയെ നിയമിക്കാൻ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന് കായിക മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം സമിതിയുടെ തലപ്പത്ത് വനിത വേണമെന്ന ആവശ്യം ഗുസ്തി താരങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഭൂപീന്ദർ സിംഗ് ബജ്വയുടെ നേതൃത്വത്തിലുള്ള സമിതിയാകും നിർവഹിക്കുക. എം സോമയ്യ, മഞ്ജുഷ കൻവർ എന്നിവരാണ് സമിതി അംഗങ്ങൾ. റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിൽ വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പുവരുത്തുന്നതിനായാണ് പുതിയ സമിതിയുടെ നിയമനമെന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അറിയിച്ചു. റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരായ പ്രതിഷേധം തുടരുന്ന താരങ്ങൾ അവാർഡുകൾ തിരികെ നൽകുന്നത് തുടരുകയാണ്. ബ്രിജ്ഭൂഷണെതിരായ ലൈംഗിക പീഡന പരാതിയിൽ നടപടി സ്വീകരിക്കണമെന്നാണ് ഗുസ്തി താരങ്ങളുടെ ആവശ്യം. പ്രതിഷേധത്തിന് പിന്തുണ നൽകിയ വിനേഷ് ഫോഗട്ട്, ഖേൽരത്ന, അർജുന പുരസ്കാരങ്ങൾ തിരികെ നൽകുന്നുവെന്ന് കാട്ടി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. നേരത്തെ ബ്രിജ്ഭൂഷന്റെ വിശ്വസ്തൻ സഞ്ജയ് സിംഗിനെ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ച് സാക്ഷി മാലിക് ഗുസ്തിയിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. പിന്നാലെ ബജ്രംഗ് പൂനിയ പത്മശ്രീ മടക്കി നൽകുകയും ചെയ്തു. ഗുസ്തി താരം വിജേന്ദർ സിംഗ് യാദവും മെഡൽ തിരികെ നൽകുമെന്ന് പ്രഖ്യാപിച്ചു. താരങ്ങൾ പ്രതിഷേധം ശക്തമാക്കിയതോടെയാണ് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഭരണസമിതി കേന്ദ്ര സർക്കാർ സസ്പെൻഡ് ചെയ്തത്. ദേശീയ ഗുസ്തി ക്യാമ്പ് അടക്കം തിടുക്കത്തിൽ പ്രഖ്യാപിച്ചെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര കായിക മന്ത്രാലയം റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയെ സസ്പെൻഡ് ചെയ്തത്. അതേസമയം ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തിന് പിന്തുണയുമായി ഹരിയാനയിലെത്തി രാഹുൽ ഗാന്ധി താരങ്ങളെ കണ്ടു. ചാരാഗ്രാമത്തിൽ വീരേന്ദ്ര അഖാഡയിൽ വെച്ചാണ് രാഹുൽ ഗുസ്തി താരങ്ങളെ കണ്ടത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.